മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ മനഃപൂർവ്വം വേട്ടയാടുകയാണെന്നും അത്തരക്കാർക്ക് വേണ്ടത് തന്റെ രക്തമാണെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന അത് അനുകമ്പ കിട്ടാൻ വേണ്ടിയാണെന്നാണ് ബി നേതാവ് കുമ്മനം രാജശേഖരനും KPCC പ്രസിഡന്റ് കെ സുധാകരനും പറയുന്നത്. രണ്ടുപേർക്കും ഒരേ അഭിപ്രായവും ഒരേ നിലപാടും ഒരേ സ്വരവും. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, നന്മ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരായ കുപ്രചാരണങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കുമ്മനം പറയുന്നത്. ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാറും ഈ കോക്കസിന്റെ ഭാഗമാണ്. കേന്ദ്ര പദ്ധതികളെ സ്വന്തം പദ്ധതിയാക്കി സ്ഥാപിച്ചെടുക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഈ നടപടി നെഞ്ചെടുപ്പില്ലാത്തതാണ്. 4 കിലോ അരി കുട്ടികൾക്ക് നൽകുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ മുഴുവൻ തുകയും കേന്ദ്രം നൽകുന്നു. എന്നാൽ ഇവിടെ PM പോഷൻ പദ്ധതിയെ കേരളത്തിൽ ഉച്ചഭക്ഷണ പദ്ധതിയായി പേര് മാറ്റി. എന്നിട്ട് കേന്ദ്രം ഒന്നും തരുന്നില്ലെന്ന് പറഞ്ഞ് ഇരുട്ടിൽ തപ്പുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കാത്തത് മനഃപൂർവ്വമാണെന്നുമാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. അതേസമയം മാസപ്പടി കേസിൽ കുടുങ്ങുമെന്ന ഭയമാണ് മാധ്യമങ്ങൾ തന്റെ രക്തത്തിന് മുറവിളി കൂട്ടുകയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രോദനത്തിന് പിന്നിലെന്നാണ് സുധാകരൻ പറയുന്നത്. പത്രസമ്മേളനത്തിൽ പൊട്ടിത്തെറിക്കുകയും മാധ്യമപ്രവർത്തകരുടെ മേൽ കുതിര കയറുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ സമനില തെറ്റിയത് കൊണ്ടാണെന്നും സുധാകരൻ പറയുന്നു. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. ഇവർ കുറ്റപത്രം നൽകിയ കേസാണിത്. ആദായ നികുതി വകുപ്പും സമാനമായ കണ്ടെത്തൽ നടത്തി. 2 സുപ്രധാന ഏജൻസികളുടെ കണ്ടെത്തലുകളാണ് മുഖ്യമന്ത്രി നിഷേധിക്കുന്നത്. ഇതിൽ കള്ളപ്പണത്തിന്റെ അംശം ഉള്ളതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം EDയും വിശദീകരണം തേടിയിട്ടുണ്ട്. മകളുടെ ഭാഗം കേട്ടില്ലെന്ന് പറഞ്ഞാണ് ആദ്യം മുഖ്യമന്ത്രി പ്രതിരോധം സൃഷ്ടിച്ചത്. എന്നാൽ പണം കൊടുത്തവരെയും പണം നൽകിയവരെയും കേട്ട ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സേവനം നൽകാതെ കോടികൾ മകളുടെ കമ്പനി കൈപ്പറ്റിയെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് അവർ നടത്തിയത്. കള്ളപ്പണത്തിന് GST അടച്ചെന്ന് പറഞ്ഞ് തടിതപ്പാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. AKG സെന്ററിന്റെ വിലാസമാണ് എക്സാലോജി കമ്പനി ദുരൂഹമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചത്. ഇതിനെതിരെ പിണറായിയെ ഭയന്ന് പാർട്ടി നേതാക്കൾ ഒരക്ഷരം ഉരിയാടുന്നില്ലെന്നും സുധാകരൻ ആരോപിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വന്നത്. പ്രധാനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് പ്രസംഗിച്ചു. പിന്നീട് BJP ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. എല്ലാ കേസുകളും അവസാനിപ്പിച്ചെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്നും പിണറായി വിജയനെ വിജയിപ്പിക്കുകയും ചെയ്തുവെന്നും ചരിത്രം ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നുമാണ് സുധാകരന്റെ ആരോപണം.